യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, ലോകമെമ്പാടും ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെയും ക്രൂശുമരണത്തെയും ധ്യാനിക്കുന്ന ഈ പുണ്യനാളുകളിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും അവന്റെ സ്വഭാവത്തെയും ദൈവപുത്രനായ മിശിഹ തമ്പുരാന്റെ ത്യാഗ നിർഭരമാകുന്ന ജീവിതത്തെയും ധ്യാനിക്കുവാൻ വലിയവനാകുന്ന ദൈവം ഈ 2026 ആണ്ടിൽ നൽകിയ ഈ ഭാഗ്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നാം നോക്കുമ്പോൾ ക്രിസ്തുവിൽ ദൈവികമാകുന്ന നിരവധി അനുഭവങ്ങളെ നമുക്ക് കാണുവാനും പഠിക്കുവാനും സ്വായത്തമാക്കുവാനും കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലെ വിനയത്തെ സംബന്ധിച്ചാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നാം അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോൾ ഹ്യൂമിലിറ്റി, ലവ്ലിനെസ് എന്ന 2 പദങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പദങ്ങളുടെ അർത്ഥം താഴ്മ, വിനയം, എളിമ എന്നുള്ളതാകുന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ, അഥവാ യേശുക്രിസ്തു ദൈവപുത്രനാകുമ്പോൾ തന്നെ, ദൈവത്തിന്റെ പുത്രനായി ലോകത്തിലേക്ക് അവതരിച്ച ക്രിസ്തു കേവലം ഒരു മനുഷ്യനായി എളിമപ്പെട്ട് താഴ്മപ്പെട്ട് മനുഷ്യരുടെ ഇടയിൽ പാർത്തതിനെ സംബന്ധിച്ച് സുവിശേഷങ്ങൾ ഘോഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ ദൈവപുത്രനായ മിശിഹ തമ്പുരാൻ തന്നെ അനുധാവനം ചെയ്യുന്ന ജനസഞ്ചയത്തോടും തന്റെ ശിഷ്യന്മാരോടും സംസാരിക്കുമ്പോൾ അവിടെ ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ഞാൻ താഴ്മയുള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. ഈ പീഡാനുഭവങ്ങൾ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്മയെ, വിനയത്തെ, ക്രിസ്തുവിന്റെ ജീവിതത്തിലുള്ള ആ എളിമയെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുവാനായിട്ട്, അഥവാ ക്രിസ്തുവിന്റെ എളിമ മനോഭാവത്തെ അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് അന്ത്യത്താഴം കഴിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം അവിടെ കാണുന്നത് ക്രിസ്തു മിശിഹ റബ്ബി, ദൈവപുത്രനായ നസ്രയനായ യേശു അത്താഴത്തിൽ നിന്ന് ഇറങ്ങി തന്റെ അരയിൽ ഒരു തോർത്ത് ചുറ്റി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകുകയും അവരുടെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്യുന്നത് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ താഴ്മയെ സംബന്ധിച്ചാണ്, വിനയത്തെ സംബന്ധിച്ചാണ്, എളിമയെ സംബന്ധിച്ചാണ്. ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന, ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ ആ എളിമ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മ നമുക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ പീഡാനുഭവ നാളുകളിൽ 2026 ആണ്ടിൽ നാം പീഡാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ത്യാഗ ജീവിതത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ, അവന്റെ വിജയകരമാകുന്ന ഉയിർപ്പിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള താഴ്മ, വിനയം, കർത്താവായ യേശു ക്രിസ്തുവിനുള്ള എളിമ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രാപ്യമാക്കേണ്ടത് അനിവാര്യമാണ്. അത് നാം അനുകരിക്കേണ്ടത് അനിവാര്യമാണ്. അത് നാം അനുധാവനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ വർഷത്തെ പീഡാനുഭവ ധ്യാനങ്ങൾ യേശു ക്രിസ്തുവിന്റെ സൗമ്യതയെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മയെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ എളിമയെ നമുക്ക് അനുകരിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.